എന്തൊക്കെയാണ് എഴുതിയ ഇവിടെ നിങ്ങൾ ചെയ്തേക്കണേ? ഞങ്ങള് കപ്പ ഇട്ടിട്ടുണ്ട്, പയറിട്ടിട്ടുണ്ട്, വെണ്ടയുണ്ട്, നെല്ലുണ്ട്. പയറൊക്കെ നല്ല ലാഭമാണല്ലോ പറഞ്ഞത്. കുഴപ്പമില്ല, പക്ഷേ കുറച്ചൊക്കെ ഇതായിട്ട് പോയി. നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുറെയൊക്കെ മോശമായിട്ട് പോകുന്നുണ്ട്. പയറിപ്പോ എടുത്തു തോന്നുന്നു അല്ലെ? വിളവ് 2 തവണ പയർ എടുത്തു. 2 പ്രാവശ്യം എടുത്തു. തടപ്പയറല്ല ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, കുറ്റിപ്പയർ കോഴ പയറാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പം നെല്ല് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആയി വിൽക്കാനും ആയി ചെറിയൊരു വരുമാനം. ചേച്ചി അപ്പൊ എങ്ങനെ വെണ്ടക്കായൊക്കെ എങ്ങനെ? വെണ്ടയൊക്കെ നല്ല രീതിയിൽ വിളവെടുക്കുന്നുണ്ട്. നല്ല വെണ്ടയ്ക്കാണ്. വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? ഇഷ്ടം പോലെ. മരുന്നൊന്നും അടിക്കാത്തത് കാരണം ആൾക്കാർ വാങ്ങാൻ ഉണ്ടാവും. മൊത്തത്തില് വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാറുണ്ടോ? എങ്ങനെ ഇതിനൊക്കെ വെള്ളം നിങ്ങൾ തന്നെയാണോ നനയ്ക്കണേ? വെള്ളം ഞങ്ങൾ തോട്ടിൽ നിന്ന് കോരി ബക്കറ്റിനകത്ത്, ചെറിയ ബക്കറ്റിനകത്ത് എടുത്ത് തോട്ടിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു കൃഷി ഇറക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. അതിനകത്ത് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടല്ല വന്നിട്ടില്ല. അവര് ഞങ്ങൾ ഇഷ്ടംപോലെ ഈ കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഞങ്ങള് നെല്ല് ചാക്കിനകത്ത് ചുമന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങും. എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്നിച്ചിറങ്ങിയിട്ടാണ് ചാക്കിനകത്ത് നെല്ല്, ഒരു ചാക്ക് നെല്ലുമായിട്ടാണ് ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ പണ്ട് അതുപോലെ ഇങ്ങനെ റോഡിൽ ഒരു നേരം ഞങ്ങൾ എത്തി അങ്ങ് പോവുക. രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ അത് കൊയ്ത് മെതിച്ച് വീട്ടിലെത്തണത്. ഇക്കൊല്ലം കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും കൂടുതൽ സന്തോഷം ഉണ്ട് അല്ലേ? ഇത്തവണ അതിൽ കൂടുതൽ സന്തോഷമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അശ്വതി ഇവിടുന്ന് വീട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഹസ്ബൻഡിന്റെ ഒപ്പം വന്ന് പറിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ കൂടുതലായിട്ട് വരുന്ന എല്ലാം നമ്മള് വിലയിട്ട് കൊടുക്കുവാണല്ലോ. എന്തായാലും കച്ചവടമായി. പിള്ളേർക്ക് ഒരു അവനവന്റെ വീട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നുള്ളൊരു സന്തോഷം ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ആണല്ലോ കിട്ടുന്നത്. കടയിൽ നിന്ന് പോകുമ്പോൾ അത്രയും കിട്ടത്തില്ലല്ലോ. എങ്ങനെയാ വിൽക്കണത്? നമ്മൾ പറിക്കുന്ന തൊട്ടുള്ള എല്ലാ സ്റ്റേജസും ഇങ്ങനെ ഫോട്ടോസ് ചെയ്ത് വാട്സപ്പില് ഇട്ടും. അത് കണ്ടിട്ട് ആവശ്യക്കാരത്തിൽ തന്നെ ഗ്രൂപ്പിൽ ഇത്ര കിലോ വേണം എന്നുള്ളത് ഗ്രൂപ്പിലിടും. അതിനനുസരിച്ച് അവരുടെ വീടുകളിൽ എത്തിക്കും. ചിലവരൊക്കെ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്ന് കളക്ട് ചെയ്യുന്നവരും ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും വില കൂടുതലാണോ കുറവാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ? വില കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വില കുറച്ച് കൊടുക്കണേ, നല്ല സാധനം കൊടുക്കല്ലേ? അങ്ങനെയല്ല, കൊടുക്കണമെങ്കിലും നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അവർക്ക് വില കുറച്ച് മതി. നമ്മളോട് വാങ്ങുമ്പോ ഇത്തിരി വിലയില്ല. കടയിൽ ചെന്ന് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും മേടിക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ അതിന് വിലയില്ല. നമ്മൾ ഫ്രഷ് സാധനം കൊടുക്കുകയും ചെയ്യണം. നമ്മൾ സാധനം കൊടുക്കുമ്പോഴത്തേനും അതിന് വില തരാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. നമ്മൾ കണ്ട് ഈ പാടത്ത് വന്ന് രാവിലെയും പകലും കഷ്ടപ്പെട്ട് ഈ വെയിലും കൊണ്ട് വെള്ളം കോരി ഒഴിച്ച്, ഈ കണ്ടത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ നനച്ച് കഴിയുമ്പോഴത്തേനും ആ സാധനം വെറുതെ കിട്ടണം അവർക്ക്.